നിങ്ങൾക്ക് എൽബ്രോയുടെ ആരാധകനാണോ? എങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഈ വീഡിയോകളിൽ തളച്ചിടുന്ന ആ രഹസ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെറുമൊരു സാധാരണ കുടുംബത്തിന്റെ വിശേഷങ്ങൾ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നത് വെറുമൊരു ഭാഗ്യം കൊണ്ടല്ല. ഇതിനു പിന്നിൽ അതിശക്തമായ ഒരു സൈക്കോളജിക്കൽ ഗെയിമുണ്ട്. നമ്മുടെ തലച്ചോറിലെ ഡോപാമൈൻ ലൂപ്പുകളെയും മിറർ ന്യൂറോണുകളെയും അദ്ദേഹം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? സബ്സ്ക്രൈബർമാരെ ഒരു അഡിക്ഷൻ പോലെ ഈ ചാനലിലേക്ക് എത്തിക്കുന്ന ആ അഞ്ചുകൾ ഏതെല്ലാമാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? വെറുമൊരു സാധാരണ കുടുംബം, അവർ എന്നും കഴിക്കുന്ന ഭക്ഷണം, അവരുടെ ചെറിയ തമാശകൾ, ഇതൊക്കെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വെറുമൊരു ഭാഗ്യം കൊണ്ടാണോ ബിജു എന്ന എൽബ്രോ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർമാരിൽ ഒരാളായത്? അല്ല, ഇതിനു പിന്നിൽ കൃത്യമായ ചില സൈക്കോളജിക്കൽ ട്രിക്കുകളുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ആ വീഡിയോയിൽ തളച്ചിടുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ രഹസ്യം റിലേറ്റബിലിറ്റി ആണ്. ബിജു സംസാരിക്കുന്നത് ഒരു സെലിബ്രിറ്റിയെ പോലെയല്ല, മറിച്ച് നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ചേട്ടനെ പോലെയാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ സിമിലാരിറ്റി അട്രാക്ഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. നമ്മളെപ്പോലെ പെരുമാറുന്ന ഒരാളെ വിശ്വസിക്കാനും ഇഷ്ടപ്പെടാനും നമ്മുടെ തലച്ചോറിന് വേഗത്തിൽ സാധിക്കും. ആ സത്യസന്ധതയാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. അദ്ദേഹത്തിന്റെ വീട്ടുകാർ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിശക്കുന്നു. അവർ ചിരിക്കുമ്പോൾ നമ്മളും അറിയാതെ ചിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോൺസ് കാരണമാണത്. മറ്റൊരാളുടെ സന്തോഷം കാണുമ്പോൾ ആ അനുഭവം നമ്മളും നേരിട്ട് അനുഭവിക്കുന്നത് പോലെ തലച്ചോറിന് തോന്നും. ഈ വികാരിയസ് ഹാപ്പിനെസ് ആണ് നമ്മളെ വീണ്ടും വീണ്ടും ആ ചാനലിലേക്ക് എത്തിക്കുന്നത്. ദ ഡോപ്പമീൻ റഷ്. ബിജുവിന്റെ വീഡിയോകളുടെ എഡിറ്റിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും വലിച്ചു നീട്ടുന്നില്ല. ഒരു തമാശ കഴിയുമ്പോഴേക്കും അടുത്ത സീൻ വരുന്നു. ഇത് നമ്മുടെ തലച്ചോറിൽ നിരന്തരം ഡോപ്പമിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് എന്ത് എന്ന ആകാംക്ഷ പ്രേക്ഷകരിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു. സബ്സ്ക്രൈബർ സൈക്കോളജി എസ്കാപ്പിസം. ഇനി നമ്മൾ കാഴ്ചക്കാരുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. ജീവിതത്തിലെ ടെൻഷനുകൾക്കിടയിൽ ആ കുടുംബത്തിന്റെ ലളിതമായ സന്തോഷങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ സങ്കടങ്ങൾ മറക്കുന്നു. ഇതിനെയാണ് എസ്കാപ്പിസം എന്ന് വിളിക്കുന്നത്. ഒരു സ്ട്രെസ് ഫ്രീ എന്റർടൈൻമെന്റ് എന്ന നിലയിൽ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോകളെ ഉപയോഗിക്കുന്നു. പാര സോഷ്യൽ റിലേഷൻഷിപ്പ്, ദി ഫാമിലി ട്രാപ്പ്. ഇതാണ് ഏറ്റവും പവർഫുൾ ആയ ട്രിക്ക്. ദിവസവും ഈ വീഡിയോകൾ കാണുന്നതിലൂടെ അവർ നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളാണെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിച്ചു തുടങ്ങുന്നു. ഇതിനെയാണ് പാര സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഒരു വിഷമം വന്നാൽ നിങ്ങൾ സങ്കടപ്പെടുന്നതും ആ സ്നേഹത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിലനിൽക്കുന്നതും. സോഷ്യൽ കമ്പാരിസൺ തിയറി. ബിജുവിന്റെ വീഡിയോകളിൽ കാണുന്ന സ്നേഹവും ഐക്യവും കാണുമ്പോൾ ചില പ്രേക്ഷകർ അറിയാതെ സ്വന്തം കുടുംബവുമായി അതിനെ താരതമ്യം ചെയ്തു തുടങ്ങും. എന്തുകൊണ്ട് എന്റെ കുടുംബം ഇതുപോലെ ആകുന്നില്ല? അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്ര സന്തോഷമില്ല എന്ന ചിന്ത അവരിൽ നിരാശ, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാം. യാഥാർത്ഥ്യവും വീഡിയോയിലെ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്തത് മാനസികമായ സമ്മർദ്ദത്തിന് കാരണമായേക്കാം. ദ ഇല്യൂഷൻ ഓഫ് ഇന്റിമസി. ദിവസവും ഇവരെ കാണുന്നതിലൂടെ പ്രേക്ഷകർക്ക് അവരുമായി ഒരു അമിത അടുപ്പം തോന്നുന്നു. ഇത് ഒരുതരം ഡിജിറ്റൽ അഡിക്ഷൻ ആയി മാറാം. സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എസ്കാപ്പിസം ഈ വീഡിയോകളെ മാത്രം ആശ്രയിക്കുന്നത് അവരെ സാമൂഹികമായി ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. വീഡിയോ കാണാത്ത ദിവസം ഒരുതരം ശൂന്യത അനുഭവപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇത് സബ്സ്ക്രൈബേഴ്സിനെ എത്തിക്കാം. കൾട്ട് മെന്റാലിറ്റി. കൾട്ട് ലൈക്ക് ഫോളോയിങ്. അമിതമായ ആരാധന മൂലം തന്റെ ഇഷ്ട ക്രിയേറ്ററെ ആരെങ്കിലും വിമർശിച്ചാൽ അത് സ്വന്തം കുടുംബത്തെ ചീത്ത പറയുന്നതിന് തുല്യമായി പ്രേക്ഷകർക്ക് തോന്നാം. ഇത് യുക്തിരഹിതമായ പ്രതികരണങ്ങൾക്കും സൈബർ അറ്റാക്കുകൾക്കും വഴിതെളിക്കുന്നു. വ്യക്തിയോടുള്ള ആരാധന ഒരു അന്ധമായ വിശ്വാസമായി മാറുന്ന അവസ്ഥയാണിത്. പക്ഷേ ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. നമ്മൾ ഈ വീഡിയോകളിൽ കാണുന്ന ആ പെർഫെക്റ്റ് ലോകം നമ്മുടെ യാഥാർത്ഥ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ പലരിലും അറിയാതെ ഒരു നിരാശ പടരാം. അമിതമായ ഈ ഡിജിറ്റൽ അടുപ്പം നമ്മളെ ഒരു അഡിക്ഷനിലേക്കോ അല്ലെങ്കിൽ പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കോ എത്തിക്കാം. എന്തിനേറെ, ആരാധന മൂത്ത് വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കൾട്ട് മെന്റാലിറ്റി പോലും ഇതിലൂടെ രൂപപ്പെടാം. അവസാനമായി ഒരു കാര്യം, ബിജു എന്ന എൽബ്രോ ഈ സൈക്കോളജി ട്രിക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അദ്ദേഹം നമ്മളെ പറ്റിക്കുന്നു എന്നല്ല. മറിച്ച് ഒരു മികച്ച ക്രിയേറ്റർ എന്ന നിലയിൽ പ്രേക്ഷകരുടെ മനസ്സ് വായിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതാണ്. താൻ ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യത്തിലൂടെയും ലക്ഷക്കണക്കിന് വീടുകളിൽ ഒരു പുഞ്ചിരി എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിജയമാണ്. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ സ്ക്രീനിന് അപ്പുറത്തുള്ള ജീവിതം കണ്ട് നമ്മുടെ ജീവിതത്തെ അളക്കാതിരിക്കുക. ആ കുടുംബം നൽകുന്ന പോസിറ്റീവ് എനർജി മാത്രം ഉൾക്കൊള്ളുക. കാരണം സോഷ്യൽ മീഡിയയിലെ സ്നേഹം ഒരു മാന്ത്രിക ലോകമാണ്. അത് നമ്മളെ സന്തോഷിപ്പിക്കണം, പക്ഷേ ഒരിക്കലും നമ്മളെ തളച്ചിടരുത്. ബിജു എന്ന വ്യക്തിയോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, നമ്മൾ കാണുന്ന ഓരോ വീഡിയോയ്ക്ക് പിന്നിലും ഇതുപോലെയുള്ള വലിയൊരു മനഃശാസ്ത്രമുണ്ട്. ആ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം.
ഈ വിശകലനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കെ എൽബ്രോയെ സ്നേഹിക്കുന്നവർക്കും സൈക്കോളജി ഇഷ്ടപ്പെടുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ക്രിയേറ്ററുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.